ഇങ്ങെത്തി. കളേഴ്സൊക്കെ വാരി വിതറാൻ നിങ്ങൾ റെഡി ആയി കാണും അല്ലേ? ഡെവലപ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്നും ഹോളിയാണ്. മനസ്സിലായില്ലല്ലേ? അതായത് രമണ, ഹോളി ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നത് പോലെ ഡെവലപ്പേഴ്സ് കോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐഡിയക്കകത്തിൽ പല കളേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇത് അവർക്ക് ബെറ്റർ കോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു. ഐഡിയയിൽ എന്തിനാണ് ഇത്രയും കളേഴ്സ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിങ്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? എനിക്കറിയാം. ഈ കളേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എസ്തെറ്റിക്സിന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല. ഓരോ കളേഴ്സിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. യെല്ലോ, ബ്ലൂ, ഗ്രീൻ കീവേഡ്സ്, ഫങ്ഷൻസ് ആൻഡ് വേരിയബിൾസ് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് കാരണം ബെറ്റർ കോഡ് റീഡബിലിറ്റിയും മെയിൻറ്റെയിനബിലിറ്റിയും ഉണ്ടാവുന്നു. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. ഹോളിയിൽ ഓരോ കളേഴ്സിനും ഓരോ മീനിങ് ഉണ്ട്. ലൈക്ക് റെഡ് ഫോർ ലവ്, യെല്ലോ ഫോർ ഹാപ്പിനെസ്, ഗ്രീൻ ഫോർ ന്യൂ ബിഗിനിങ്സ്. ലൈക്ക് വൈസ് കോഡിങ്ങിലും കളേഴ്സിന് മീനിങ്സ് ഉണ്ട്. അതായത് ഇവിടെ റെഡ് സിൻടാക്സ് എറേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. യെല്ലോയും ഓറഞ്ചും വാർണിംഗ്സിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ഗ്രീൻ ആണെങ്കിൽ എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫൈൻ. ഐഡിയയിൽ യൂസ് ചെയ്യുന്ന കോഡിന് മാത്രമല്ല, തീംസിനും നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഡാർക്ക് മോഡാണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പോകുന്നത്. ഇത് കണ്ണിന് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും നൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു. ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡേ ലൈറ്റിലാണ് അല്ലേ? അതേപോലെ ചില ഡെവലപ്പേഴ്സ് ലൈറ്റ് തീമാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം ഡേ ലൈറ്റ് വിസിബിലിറ്റി ആണ് അവർ നോക്കുന്നത്. ഇതൊന്നും കൂടാതെ ചില കസ്റ്റം തീംസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തീമായിട്ട് സെറ്റ് ചെയ്യാം. സോ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും ഫോക്കസ് കൂട്ടാനും ഒക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? ഒന്ന് കമൻറ്റ് ചെയ്യൂ. ആൻഡ് ഹാപ്പി ഹോളി.